പൊതുവെ മാസ് അപ്പീലുള്ള സിനിമകൾ, കഥാപാത്രങ്ങൾ, നായക നടന്മാർ എന്നിവയെക്കുറിച്ചാണ് ഞാനിവിടെ കൂടുതലും സംസാരിക്കാറ്. കാരണം കമേഴ്സ്യൽ സിനിമകളിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ഏരിയയും അത് തന്നെയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പ്രണവ് മോഹൻലാൽ, ബേസിൽ ജോസഫ് തുടങ്ങിയ നടന്മാരെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. എന്നാൽ ഇന്ന് ഡിയർ സീറ കൂടി ഹിറ്റായതോടുകൂടി പ്രണവ് ചില കാര്യങ്ങൾ തെളിയിച്ചു. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ മകനായതുകൊണ്ട് മാത്രമല്ല ഇവിടെ 10 വർഷത്തിനു മേലെ പിടിച്ചു നിന്നതും അന്യഭാഷകളിൽ വരെ പോയി ഹിറ്റുണ്ടാക്കിയതും. ആളുടെ ശരീരപ്രകൃതിക്കും ശബ്ദത്തിനും സംസാര രീതിക്കുമൊക്കെ ഇണങ്ങുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ കണ്ടെത്തി അങ്ങനെയുള്ള റോളുകളിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റി. എന്നാൽ മോഹൻലാലിന്റെ മകൻ എന്ന നിലക്കു മാത്രം അറിയപ്പെടാൻ വിധിച്ചൊരു നടനായിരിക്കും ഇദ്ദേഹം എന്ന് കരുതിയെടുത്തു നിന്ന് പ്രണവ് കാര്യങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹത്തിന്റെ തന്നെ 21ാം നൂറ്റാണ്ട് എന്ന സിനിമയായിരുന്നു. സ്വന്തമായിട്ടൊന്നും യുണീക്കായി ഇല്ലാതെ അച്ഛനുണ്ടായിരുന്ന മാസ് പരിവേഷം അതേപടി തട്ടി മകന് കൊടുക്കാൻ ശ്രമിച്ചൊരു അറ്റംപ്റ്റ്. അതുമാത്രമായിരുന്നു 21ാം നൂറ്റാണ്ട്. എന്നാൽ ആ സിനിമയൊന്ന് മാറ്റിവെച്ച് അദ്ദേഹം ചെയ്ത മറ്റു സിനിമകൾ നോക്കിയാൽ ആദ്യത്തേത് ആദി. ഇതുവരെ മലയാള സിനിമയിൽ ഒരു നായക നടനും കാണിക്കാത്ത പാർക്കർ സ്റ്റണ്ട് എന്ന യുണീക്ക് സംഗതി തന്നെയായിരുന്നു ആ സിനിമയുടെയും ആ കഥാപാത്രത്തിന്റെയും വ്യത്യസ്തത. എന്നാൽ അങ്ങനെ ഒരു സംഗതി അടുത്ത 5 പടത്തിലും കൂടി കാണിച്ച് നമ്മെ മടുപ്പിക്കാൻ അദ്ദേഹം നിന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇദ്ദേഹം ജനമനസ്സുകളിൽ ബോളിവുഡിലെ ടൈഗർ ഷെറോഫിന്റെ സ്ഥാനം നേടിയെടുത്തേനെ. അതായത് ഇയാളുടെ സിനിമ വരുമ്പോഴേ അറിയാം ഇവൻ എന്ത് കാണിക്കാനാണ് വരുന്നതെന്ന്. അങ്ങനെ ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം 21ാം നൂറ്റാണ്ടും മരക്കാറിലെ ക്യാമിയോയും കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റേതായി പുറത്തിറങ്ങിയ 2 ചിത്രങ്ങൾ വിനീത് ശ്രീനിവാസിന്റേതായിരുന്നു. ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകനായതുകൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ കളിക്കാൻ നിൽക്കുന്നതിന് പകരം തന്റെ പ്രായത്തിനും ശരീരപ്രകൃതിക്കും കേപ്പബിലിറ്റിക്കും ഒക്കെ അനുസരിച്ചുള്ള ഒരു കഥാപാത്രം. എന്നാൽ ഈ 2 സിനിമകളുടെയും മുഴുവൻ ക്രെഡിറ്റ് എന്റെ അഭിപ്രായത്തിൽ അത് വിനീത് ശ്രീനിവാസിന് അവകാശപ്പെട്ടതാണ്. കാരണം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റുകളായി മാറിയ ഈ 2 സിനിമകൾ OTTയിൽ എത്തിയപ്പോൾ കിട്ടിയ അത്രയും ട്രോളുകൾ ടാർഗറ്റ് ചെയ്തിരുന്നത് വിനീത് ശ്രീനിവാസിനെയായിരുന്നു. ആരും പ്രണവ് മോഹൻലാലിനെ അതിലേക്ക് വലിച്ചഴച്ചില്ല. സോ ഒരു കാര്യം നെഗറ്റീവ് ആവുമ്പോൾ ആർക്കാണോ റെസ്പോൺസിബിലിറ്റി അതിന്റെ സക്സസും അയാൾക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഇപ്പോൾ ഡിയർ സീറ ഇറങ്ങി ഹിറ്റായി ഇനി നമുക്ക് ഇദ്ദേഹത്തെ പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞത്. അതായത് ആ 2 ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിൻ്റെതായി മൂന്നാമതും ഒരു വിജയ ചിത്രം വന്നിരിക്കുകയാണ്. അതിൽ വിനീത് ശ്രീനിവാസൻ ഇല്ല, 4-5 സൂപ്പർ ഹിറ്റ് പാട്ടുകളില്ല, പടത്തിന് മൊത്തത്തിൽ ഒരു സോഫ്റ്റ് നാച്ചുർ ഇല്ല. ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ 2 വിജയ ചിത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി വന്ന് വിജയിച്ച മൂന്നാമത്തെ സിനിമ. വീണ്ടും അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതിക്കും പ്രായത്തിനുമൊക്കെ ഇണങ്ങിയ ഒരു കഥാപാത്രം. സോ ദിസ് ഇസ് ഇറ്റ്. അടുത്ത മോഹൻലാൽ ആവാൻ ശ്രമിക്കുന്നതിന് പകരം ഇദ്ദേഹം തന്റെ സ്വന്തം ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാതയിലാണ്.